ഈ SNDPയുടെയും NSSന്റെയും നാടുനീളെയുള്ള സ്ഥാപനങ്ങളിൽ, സ്കൂളുകളിൽ, കോളേജുകളിൽ അപ്പോയിന്റ്മെന്റ് നടക്കുന്നത് എങ്ങനെയാണ് മാധു? പച്ചയ്ക്ക് കൈക്കൂലി വാങ്ങിക്കൊണ്ടല്ലേ നടക്കുന്നത്. അടുത്ത കാലത്തെങ്ങും കേരളത്തിൽ BJP അധികാരത്തിൽ വരാൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ടാണ് അയാൾ ഈ ധാർഷ്ട്യം കാണിക്കുന്നത്. ശ്രീ ഷാബു പ്രസാദ്, നോക്കൂ, രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് പെരുന്നത് തള്ളി പറയുമ്പോൾ രാഷ്ട്രീയ ലക്ഷ്യം അവിടെ ഉണ്ടായിട്ടില്ലേ? കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ ഇടപെടാത്ത, എങ്ങനെ പോകണമെന്ന ഡയറക്ഷൻ നൽകാത്ത, സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ഇടപെടലും നടത്താത്ത ഒരു സംഘടനയാണോ NSS? നോക്കുമോ ഇതിലെ ഇപ്പൊ ഞാൻ ഇവിടെ ഒന്ന് രണ്ട് ഈ എല്ലാവരും പറഞ്ഞത് ഞാൻ വളരെ ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു. അതായത് NSSന്റെ ഡയറക്ടർ ബോർഡിലുണ്ടായ അതിശക്തമായ എതിർപ്പ് കാരണം ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർക്ക് വഴങ്ങേണ്ടി വന്നതുകൊണ്ടാകാം ഇങ്ങനെ സംഭവിച്ചത് എന്ന് NSSന്റെ ഈ സെറ്റപ്പ് അറിയാവുന്ന ആർക്കും അറിയാം. അവിടെ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവശക്തരാണ്. ഈ ഡയറക്ടർ ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ എന്താണ് AICC വർക്കിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന മാതിരിയുള്ളൊരു സംഭവമാണത്. ആ വർക്കിംഗ് കമ്മിറ്റിയുടെ തീരുമാനം എന്ന് പറയുന്നത് എന്താ? സോണിയാഗാന്ധിയുടെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എടുക്കുന്ന തീരുമാനമാണ് അവരുടെ തീരുമാനം എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു പാവ ബോഡിയാണത്. അതിൻ്റെ അകത്ത് കുറെ പാവകൾ ഇരിപ്പുണ്ട്. ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന മനുഷ്യൻ എന്ത് പറയുന്നോ, എന്ത് തീരുമാനിക്കുന്നോ അതാണ് അവിടെ വേദവാക്യം. ഇത് കാലാകാലങ്ങളായിട്ട് NSSന്റെ ഒരു രീതി പണ്ടേ അതെ. അതായത് അത് വളരെ സുശക്തമായ രീതിയിൽ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി മന്നത്ത് പത്മനാഭൻ ഉണ്ടാക്കിയൊരു സിസ്റ്റമാണത്. പക്ഷേ പിന്നീട് വന്ന ജനറൽ സെക്രട്ടറിമാരെല്ലാവരും അതിനെ അവരുടെ ഒരു കുടുംബ പ്രോപ്പർട്ടിയായി അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുകയാണ്. ആ ഡയറക്ടർ ബോർഡിൽ ഇരിക്കുന്നവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഒരു വോയിസും ഇല്ല അവിടെ. അതാണ് ഇത് ജനറൽ സെക്രട്ടറിയുടെ സുകുമാരൻ നായരുടെ മാത്രം താല്പര്യമാണിത്. ഇവിടെ ഇനി മറ്റൊരു കാര്യം, ഈ രണ്ടു പേർക്കും ഇപ്പൊ ഒരു ഐക്യം ഒക്കെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യോജിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ വേണ്ടെന്നത്. അതായത് പരസ്പര വിശ്വാസം എന്ന് പറയുന്ന സാധനം വേണം, പരസ്പര ബഹുമാനം എന്ന് പറയുന്ന ഒരു സംഭവം വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ ഒരു യഥാർത്ഥത്തിൽ ഒരു ഐക്യം അല്ലെങ്കിൽ യോജിച്ചു പോകൽ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഈ രണ്ടു പേർക്കും ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ ഈ ജാതീയതക്കെതിരെയുള്ള അല്ലെങ്കിൽ ജാതീയതയ്ക്ക് അതീതമായിട്ടുള്ള ഒരു ഹിന്ദു ഐക്യം എന്ന് പറയുന്നത് ഈ സംഘടനകളുടെ അജണ്ടയിലുണ്ടോ അല്ലെങ്കിൽ ഈ നേതാക്കന്മാരുടെ അജണ്ടയിലുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ പിന്നെ ഈ സംഘടനകൾ ഉണ്ടോ? ഇവരുടെ നിലനിൽപ്പ് തന്നെ ഉണ്ടോ? അതുകൊണ്ട് ഇതൊന്നും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല. ഇതൊന്നും അവർ ആഗ്രഹിച്ച് ചെയ്യുന്നതല്ല. ചില പ്രത്യേക ഘട്ടങ്ങളിലുള്ള നിവൃത്തികേട് കൊണ്ട് മാത്രം ഈ പെട്ടെന്ന് എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നലുണ്ടാക്കുന്നു. അത് പെട്ടെന്ന് ഈ രണ്ട് കാന്തങ്ങളുടെ നോർത്ത് പോളും ബലം പിടിച്ചടുപ്പിച്ച് വെക്കുന്നു. കൈയൊന്ന് അയച്ചു കഴിഞ്ഞാൽ അത് തെറിച്ചു പോകും. അങ്ങനെയുള്ള പോലെയാണ് ഒരു ഐക്യശ്രമമാണ് ഇതൊക്കെ നടക്കുന്നത്. ഇതെത്ര കാലമായി നടക്കുന്നു? അത് മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും കൂടി ചേർന്ന് നടത്തിയ ഹിന്ദു മഹാമണ്ഡലം പോലെയുള്ളതല്ല. അവരൊക്കെ വളരെ തീക്ഷണാശാലികളായുള്ള ദീർഘവീക്ഷണമുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആത്മാർത്ഥതയുള്ള അങ്ങനെയുള്ള യുഗപ്രഭാവന്മാരായിരുന്നു അവരിവിടെ കിടക്കുന്നു, ഇവരിവിടെ കിടക്കുന്നു. പിന്നെ രാഷ്ട്രീയത്തിന്റെ കാര്യം, NSSന് രാഷ്ട്രീയമില്ലേ? ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ് വന്നത്, ഇതിൻ്റെ അകത്തുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ പിന്മാറിയത് എന്ന് പറയുന്നത്. ഇവർ പറയുന്നത് ഇവരുടെ പറച്ചിലും ചെയ്ത്തിലും എല്ലാം ഈ സമദൂരം എന്ന് പറയുന്നുണ്ടെങ്കിലും കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അവർക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്, സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്, അവരുടേതായ താല്പര്യങ്ങളുണ്ട്. ഇതെല്ലാം ഇവിടെ ഉണ്ട്. ഇതുകൊണ്ട് ഈ അല്ലാതെ ഇത് അതിന്റെ അടിസ്ഥാനം, അതായത് പ്രത്യേകിച്ച് ഈ രണ്ട് SNDPയുടെ കാര്യത്തിൽ എനിക്ക് അത്ര അറിയില്ല എന്റെ ഡയറക്ടർ ബോർഡിലെ കാര്യങ്ങൾ എന്താണെന്നുള്ളത്. പക്ഷെ NSSലെ ഡയറക്ടർ ബോർഡിലെ സർവശക്തൻ എന്നുള്ള പഴയ കാഴ്ചപ്പാട് അങ്ങ് തന്നെ പറഞ്ഞതുപോലെ NSSന്റെ ജനറൽ സെക്രട്ടറി ശക്തനായിരുന്ന സർവശക്തനായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അങ്ങ് പറഞ്ഞ യുഗപ്രഭാവന്മാരൊക്കെ ഇരുന്ന സമയത്ത് ശേഷം ഇങ്ങോട്ട് അത്രയുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇതിനകം തന്നെ ഏറ്റവും അടുത്ത ദിവസം ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഒരു നിലപാട് പെരുന്നയിൽ നിന്നുണ്ടായപ്പോൾ പോസ്റ്ററുകളൊക്കെ ഈ പറയുന്ന ഇവരൊന്നും അറിയാതെ വരില്ലല്ലോ, കരയോഗങ്ങളൊന്നും അറിയാതെ വരില്ലല്ലോ, അവയടക്കം പുറത്തു വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. മറ്റൊന്ന് ഇപ്പൊ നോക്കൂ, കോൺഗ്രസിനോട് മാത്രമാണ് ഏതെങ്കിലും ഒരു കാലത്ത് എന്തെങ്കിലും ഒരു അനുഭാവം കാണിച്ചിട്ടുള്ളത്. പക്ഷെ കോൺഗ്രസിന്റെ ഏറ്റവും ആഭ്യന്തര പ്രശ്നങ്ങളിൽ വരെ കയറി ഇടപെട്ട് കളയുകയും ചെയ്യും. CPM-നോട് തുടക്കം മുതൽ നമുക്ക് ഓർമ്മയുണ്ടല്ലോ എവിടെ നിന്നാണ് ആ വൈരുദ്ധ്യം തുടങ്ങുന്നത് എന്നുള്ളത്. തുടക്കം മുതൽ ഇക്കാലത്തിനിടയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള അനുഭാവം ഉണ്ടായിട്ടില്ല. ഈ അയ്യപ്പ സംഗമം വരെ
BJP ഒരു തരത്തിലും ഈ ഏറ്റവും അടുത്താണ് സുരേഷ് ഗോപി രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവിടേക്ക് വന്നത് എന്നതടക്കമുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോ രാഷ്ട്രീയം എന്ന് പറയുന്നത് പെരുന്നയ്ക്ക് ഒരു കാലഘട്ടത്തിലും കേരളത്തെ അന്യമായിരുന്നില്ല. അപ്പൊ ആ ഒരൊറ്റ കാര്യം പറഞ്ഞ് തള്ളി പറയുന്നു. മാത്രമല്ല ഇതൊരൊറ്റ ദിവസം കൊണ്ട് നോക്കൂ, ജി സുകുമാരൻ നായർ അതിശക്തനാണ്. അദ്ദേഹത്തിന്റെ ഒരൊറ്റ തീരുമാനം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ ഞാൻ അങ്ങയിലേക്ക് വരുന്നതിന് മുമ്പ് ചൂണ്ടിക്കാണിച്ച വൈരുദ്ധ്യങ്ങൾ ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു സൂപ്പർ പവർ ഉണ്ട്. ജി സുകുമാരൻ നായരുടെ തീരുമാനത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന മറ്റെന്തോ ഒന്നുണ്ട്. അങ്ങ് പറഞ്ഞ പാവ ബോഡിക്കപ്പുറത്ത് അബ്സല്യൂട്ട്ലി കറക്റ്റ്. ജി സുകുമാരൻ നായരുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്നത് എന്ന കാര്യങ്ങൾ എന്തൊക്കെയാകാം എന്നുള്ളത് ബഹുമാനപ്പെട്ട ശ്രീ വിദ്യാസാഗർ ഇവിടെ സൂചിപ്പിച്ചിരുന്നു. അതായത് ഭരിക്കുന്ന സർക്കാരിനോട് ചേർന്ന് നിന്നില്ലെങ്കിൽ പിടിവീഴുന്ന പ്രശ്നമുണ്ടാകുന്ന കാര്യങ്ങൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം മാധു ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ രണ്ടു കൂട്ടരും ഇവിടെ ശ്രീ വിദ്യാസാഗർ ഉണ്ട്, അദ്ദേഹം ചിലപ്പോൾ തുറന്ന് സമ്മതിക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും. എനിക്കത് പറയുന്നതിൽ ഒരു തടസ്സവുമില്ല. ഈ SNDPയുടെയും NSSന്റെയും നാടുനീളെയുള്ള സ്ഥാപനങ്ങളിൽ, സ്കൂളുകളിൽ, കോളേജുകളിൽ അപ്പോയിന്റ്മെന്റ് നടക്കുന്നത് എങ്ങനെയാണ് മാധു? പച്ചയ്ക്ക് കൈക്കൂലി വാങ്ങിക്കൊണ്ടല്ലേ നടക്കുന്നത്. ഒന്നാം തരമായിട്ട് കട്ടയ്ക്കായിട്ട് ക്യാഷ് എണ്ണി മേശപ്പുറത്ത് വെച്ചാലല്ലാതെ അവിടെ ജോലി കിട്ടുമോ? ഇത് കള്ളപ്പണമാണ്, കള്ളത്തരമാണ്. ഇത് ആർക്കും ഇവിടെ അറിയാൻ വയ്യാത്തത്. ഇതൊരു സർക്കാരിന്റെ സഹായമില്ലാതെ, സർക്കാരിന്റെ സപ്പോർട്ടില്ലാതെ നടക്കുന്ന കാര്യമാണോ? അപ്പോൾ ഇവർക്ക് സർക്കാർ വേണം. ഇപ്പൊ ഇവിടെ BJP അധികാരത്തിലിരിക്കുന്ന ഒരു കക്ഷിയായിരുന്നുവെങ്കിൽ, BJPക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഈ സുകുമാരൻ നായർക്ക് BJPയുടെ അടുത്ത് ഇതുപോലെ തന്നെ കാണിക്കും. അടുത്ത കാലത്തെങ്ങും കേരളത്തിൽ BJP അധികാരത്തിൽ വരാൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ടാണ് അയാൾ ഈ ധാർഷ്യം കാണിക്കുന്നത്, ഈ അഹങ്കാരം കാണിക്കുന്നത്. അതല്ല BJPയെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കളി മാറും, പിടി വീഴും എന്ന ഒരു വിചാരമുണ്ടെങ്കിൽ, ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് ഒക്കെ വിചാരിച്ചാൽ പറ്റും. പക്ഷെ കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചോളം സുകുമാരൻ നായർ ഒരു ഇരയെ അല്ല, ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അതുകൊണ്ടാണത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഘട്ടം വരട്ടെ, കാണാൻ കളി മാറുന്നത്. ഈ നാട്ടിൽ നടക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒറ്റ കാര്യം മാധു, ഈ നാട്ടിൽ നിങ്ങൾ മാധ്യമങ്ങൾ പോലും അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു കൊടിയ അനീതിയല്ലേ ഇത്? 1 കോടി രൂപയാണെന്നേ ഒരു കോളേജ് ലെക്ചർ നിയമനത്തിന് വാങ്ങുന്നത്. എല്ലാ സാമുദായിക സംഘടനകൾക്കും അനുവദിച്ചു കൊടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ അങ്ങനെയാണത്. NSSന് മാത്രം ബാധകമായ ഒന്നല്ല. നമ്മളിപ്പോ രാഷ്ട്രീയ കാര്യം പറഞ്ഞ ഈ പറയുന്ന SNDP NSSനെ വിമർശിക്കുമ്പോൾ എല്ലാ സംഘടനകൾക്കും അതുണ്ട്. മാധു, അത് അനീതിയാണോ അല്ലയോ? അത് മാത്രം പറ. ഈ കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് എണ്ണിക്കൊടുത്ത് ജോലി ഇങ്ങനെ ലേലം ചെയ്ത് കൊടുക്കുന്നത് അനീതിയാണോ അല്ലയോ? അത് പറയാൻ മാധുവിന് പറ്റുമോ? പറ്റില്ല, നിങ്ങൾക്കും പറ്റില്ല, എനിക്കറിയാം. അല്ല, നമുക്ക് പറ്റാടിക്കൊന്നുമല്ല. പണം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ അർഹതയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിയുമായി ബന്ധപ്പെട്ടോ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന നിലയ്ക്ക് പരിഗണിക്കപ്പെടേണ്ടതല്ല. പക്ഷെ അതേ സമയത്ത് ഇത് സാമുദായിക സംഘടനകൾക്ക് മാത്രം അവകാശപ്പെടുന്നതല്ല. സാമുദായിക സംഘടനകൾക്ക് മാത്രമല്ല, പ്രൈവറ്റായി ആരെ മുതൽ മുടക്കാൻ തയ്യാറായിട്ടുണ്ടോ അവർക്ക് എല്ലാവർക്കും ഇതുണ്ട്. ആ ആനുകൂല്യം ലഭ്യമാകുന്നുണ്ട്. ഇത് റദ്ദാക്കുകയാണെങ്കിൽ പൂർണ്ണമായി റദ്ദാക്കണം. അല്ല, നിയമവിരുദ്ധതയല്ല. കാരണം നിയമവിരുദ്ധതയാണെങ്കിൽ നാട്ടിൽ നടക്കില്ല. നിയമവിരുദ്ധതയല്ല, പക്ഷേ പ്രത്യേക ആനുകൂല്യമാണ്. അതുമായി ബന്ധപ്പെട്ട് ഭരണകൂടങ്ങൾ തീരുമാനമെടുക്കേണ്ടതാണ്. ഇനി പോട്ടെ, NSS സമുദായത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നു പറയുന്നു. ഒരു പാവപ്പെട്ട നായർ, ശരി, നായർക്ക് വേണ്ടിയിട്ട് ചെയ്താൽ മതി. അവൻ നല്ല നിലയിൽ പാസ്സായി കഴിഞ്ഞ് ഒരു ജോലിക്ക് ചെന്ന് കഴിഞ്ഞാൽ അവന് കിട്ടുമോ? അവന് ജോലി കൊടുക്കുമോ? ഇവര് SNDP കൊടുക്കുമോ? ഒരു ഈഴവ സമുദായത്തിൽ നിന്ന് നല്ല നിലയിൽ ക്വാളിഫൈഡ് ആയിട്ടൊരു ചെറുപ്പക്കാരൻ പുറത്തു വന്നു, കൊല്ലം SN കോളേജിൽ ഒരു വേക്കൻസി വന്നു, അവിടെ ഒരു അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവന് കൊടുക്കുമോ നിങ്ങൾ ജോലി? ശരി, അല്ല, അതൊക്കെ SNDPയിലുള്ളവർ ചോദിക്കട്ടെ, NSSലുള്ളവർ ചോദിക്കട്ടെ. ഇതൊക്കെ അണികൾ കേൾക്കുകയും ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യട്ടെ എന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. അല്ല, ബാക്കി സമൂഹത്തിന് ഒരു ഉത്തരവാദിത്വമില്ലേ? മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലേ? അല്ല, ഇത് ഞങ്ങളുടെ കാര്യം എന്ന് പറയുമല്ലോ. ഇത് സമുദായത്തിന്റെ കാര്യമാണല്ലോ. അപ്പൊ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ എന്തെങ്കിലും നിയമവിരുദ്ധമായി ചെയ്യുന്നുണ്ടെന്ന് ചോദിക്കും. അല്ല, ഈ പറയുന്ന സാമുദായിക സംഘടനകളുടെ വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ട നിയമന പ്രശ്നം സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുക. അപ്പൊ സുപ്രീം കോടതിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമല്ല, അതിൽ കീഴ്വഴക്കങ്ങളുണ്ട്. ആ കീഴ്വഴക്കങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യപ്പെടട്ടെ. വിദ്യാഭ്യാസമോ ജോലിയോ ആരും കുത്തകയായി വെക്കേണ്ടതല്ല എന്നതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാനത് ആവർത്തിച്ച് പറയാൻ തയ്യാറാണ്. വ്യക്തിപരമായ അഭിപ്രായം അങ്ങനെ തന്നെയാണ്.